ഹലോ ഗായ്സ്, ലൈഫിൽ ഇങ്ങനെ അടിച്ചു പൊളിച്ചിട്ടുള്ളൊരു യാത്ര ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഫാമിലിൻ്റെ കൂടെ പോയിന്നേ പറയാൻ പറ്റും കേട്ടോ. പക്ഷെ എക്സ്പീരിയൻസോട് കൂടി തന്നെ നമുക്ക് ഇത്രയും എൻജോയ് ചെയ്തിട്ട് ഞാൻ ഈ യാത്ര ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടൂറ് ഇതുപോലെ എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല കേട്ടോ. അത്രയും എന്താ പറയുക കോപ്പറേറ്റീവായിട്ടും അതുപോലെ തന്നെ എൻജോയ്മെൻറ്റും എൻ്റർടൈൻമെൻറ്റോട് കൂടിയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കുന്ന ഫാമിലിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്, ഒരിക്കലും അല്ല കേട്ടോ. ഫാമിലിൻ്റെ കൂടെയല്ല പോയത്. നമ്മൾ പരസ്പരം അറിയാത്ത, ഒരിക്കലും കാണാത്ത, എന്താ പറയുക ഇതുവരെ നമ്മൾ ആരോടും മിങ്കിൾ ചെയ്യാത്ത കുറേ മനുഷ്യന്മാരുടെ കൂടെയാണ് നമ്മൾ ഈ യാത്ര പോകുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി കാണുമല്ലോ, മനസ്സിലായില്ലേ? അതെ, നമ്മൾ പോയത് KSRTC ഉല്ലാസയാത്രയ്ക്കാണ്. ഞാനിപ്പോൾ പോയത് 1 ഡേ ടൂറിനാണ് കേട്ടോ. ഒരുപാട് സ്ഥലത്ത് ഇവർ പോകാറുണ്ട്. അപ്പം ഞാനും ഇന്ന് പോയത് നിലമ്പൂർ മലപ്പുറം സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കുറേ കാഴ്ചകളും ആദ്യം വിനോദം വിജ്ഞാനം അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റോട് കൂടിയിട്ടുള്ള നല്ലൊരു യാത്രയായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ ഇവിടെ സ്റ്റേയും ഉണ്ട് കേട്ടോ. ഇവർക്ക് മൂന്നാർ, ഗവി അങ്ങനെ ഒരുപാട് നല്ല നല്ല സ്ഥലത്തും ഇവർ യാത്ര പോകുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു ട്രിപ്പ് എന്നുള്ള രീതിയിൽ ഞാൻ 1 ഡേ ആണ് ചൂസ് ചെയ്തിട്ടുണ്ടായത്. ഹലോ ഹലോ അപ്പോൾ നമ്മളോട് അതിൻ്റെ കണ്ടക്ടർ പറഞ്ഞത് രാവിലെ 5:30 പുറപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തിന് ഇറങ്ങുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരത്തിന് ഒരു 5:04 അങ്ങ് ഒരു സമയത്ത് തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ ഡിപ്പോ വരുന്നത് വീനസിനാണ്, തലശ്ശേരി. അപ്പോൾ നമ്മളിപ്പം പുതിയ സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടുന്ന് അടുത്താണല്ലോ, അതുകൊണ്ട് പുതിയ സ്റ്റാൻഡിൽ നിന്ന് പിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യാത്രേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വേറൊന്നുമല്ല കേട്ടോ. ഇവിടുത്തെ യാത്രക്ക് 1300 ഇതിൻ്റെ 1 ഡേ പാക്കേജ് വരുന്നത്. അതായത് 4 നേരത്തെ ഫുഡ്, നമ്മുടെ രാവിലെ, ഉച്ചക്ക്, വൈകുന്നേരത്തെ ചായ, രാത്രിത്തെ ഫുഡ്, അതുപോലെ തന്നെ നമ്മൾ കയറുന്ന ഫീസ്, പിന്നെ നമ്മൾ വണ്ടീൻ്റെ ആ ഒരു ചാർജ് എല്ലാം കൂടിയിട്ടാണ് ഇവർ 1300 ഒരാൾക്ക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അത് എന്നെ സംബന്ധിച്ചോളം ഒരുപാട് എന്താ പറയുക അഫോർഡബിൾ ആണ് ഈ ഒരു യാത്ര കേട്ടോ. ഗൈസ്, അപ്പോൾ ആസ് യൂഷ്വൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ 5:30 എത്തുന്ന ബസ് നമുക്ക് 6 മണിക്കാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. അതായത് 5:85 ആ ഒരു സമയത്ത്. അപ്പോൾ നമ്മൾ കണ്ടക്ടർ ഇതാണ് കേട്ടോ. നല്ല എന്താ പറയുക നല്ലൊരു മനുഷ്യനായിരുന്നു. നമ്മളോട് ഒരുപാട് നല്ല കോപ്പറേറ്റീവായിട്ട്, അധികം സ്ട്രിക്റ്റ് ഇല്ലാണ്ട് നമ്മളെ കൂടെ തന്നെ നല്ലൊരു എൻ്റർടൈനറായിട്ട് തന്നെ നമ്മളെ കൂടെ നിന്ന ഒരാളായിരുന്നു കേട്ടോ. അധികം ബലം പിടുത്തൊന്നും ഇല്ലാണ്ട് നല്ലൊരു മനുഷ്യനായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡ്രൈവർ. അങ്ങനെ നമ്മൾ ഓരോരുത്തരായിട്ട് ഓരോ സ്ഥലത്തു നിന്ന് കയറുന്നതാണ്. അപ്പോൾ ഇപ്പം ഇത്രയും പേരേ ഉണ്ടായിട്ടുള്ളൂ. നമുക്ക് കുറച്ച് ബാക്കിലാണ് സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം മുന്നേ ബുക്ക് ചെയ്ത ആൾക്കാർക്കെല്ലാം ഫ്രണ്ടായിട്ടുള്ള സീറ്റ്. നമ്മൾ ഏറ്റവും ലാസ്റ്റാണല്ലോ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മളീ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നെയാണ് ഞാനിപ്പോൾ ബുക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ മൂപ്പർ കുറേ കലാപരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്താക്ഷരി കളിക്കാം, കുസൃതി ചോദ്യം. നമ്മൾ ഈ KSRTC ബസ്സായതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ കുറവായിരിക്കുമല്ലോ. അതായത് പാട്ട്, DJ അതൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷേ അതൊന്നും ഇല്ലാണ്ട് തന്നെ നല്ല എൻജോയ്മെൻറ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം നമ്മളെ കൂടെയുള്ള മനുഷ്യന്മാർ അവരാണ് നമ്മളെ എന്താ പറയുക ഒപ്പമുണ്ടായിരുന്നത്. എന്താ പറയുക നമ്മൾ ആ ഒരു സമയത്ത് ചെറിയൊരു കോളേജ് പിള്ളേരെ പോലെയായി. നമ്മൾ അന്താക്ഷരി കളിക്കുമ്പോൾ ആരാ ജയിക്കുക, അതുപോലെ കുസൃതി ചോദ്യം ആരാ ഫസ്റ്റ് പറയുക, അങ്ങനെ സെൽഫ് ഇൻട്രൊഡക്ഷൻ, അങ്ങനെ മൊത്തത്തിലൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. രൂപങ്ങളും ഭാവങ്ങളും ഒക്കെ ആ ഭാവം പാട്ടൊക്കെ പാടില്ല. പാട്ടിയുടെ സൈഡാക്കി പാട്ടൊക്കെ പാടാം, ഡാൻസിന് കളിക്കാം.
മ്യൂസിയത്തിലാണ്. ഞാൻ ഇതുവരെ പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് പോയി നോക്കാം. വിശ്വസിക്കാൻ പറ്റും. ഗൈസ്, നമ്മളിപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ കുറ്റ്യാടിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. ഹോട്ടൽ സ്വദേശി. നല്ല റഷുണ്ട് ഗൈസ്, ഭയങ്കര റഷാണ്. രാവിലത്തെ തിരക്കാണ് ഗൈസ്. ഒരു വെള്ളം ബാധിക്കില്ലായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു, പക്ഷെ കുറച്ച് ജാസ്തിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോകുന്നത് നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ പോവാണ്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പം ഒരു 1 ഡേ ട്രിപ്പ് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു KSRTCയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മൾ KSRTC ടൂർ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അരിയത്തുള്ള ഏതെങ്കിലും ഡിപ്പോയിൽ പോയിട്ട് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ഡിപ്പോയിൽ പോയി അവിടുന്ന് അന്വേഷിച്ചു. അങ്ങനെ അവിടുന്ന് ടിക്കറ്റ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഒരാൾക്ക് വരുന്നത് 1300 രൂപയാണ് ഒരാൾക്കുള്ളത് കേട്ടോ. അപ്പോൾ 4 നേരത്തെ ഫുഡ്, എൻട്രി ഫീസ്, അതുപോലെ നമ്മുടെ ബസ്സിൻ്റെ ചാർജ്, അങ്ങനെയാണ് വരുന്നത്. നമ്മൾ മൊത്തം 5 പേരാണ് പോയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട, അത് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എനിക്ക് 2 കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടേനോ, ബാക്കി 5 പേർക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഗായ്സ്, നമ്മൾ മലപ്പുറം നിലമ്പൂർ ആ ഒരു സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിൽ അവിടുന്ന് മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലമാണ് അവിടുത്തെ തേക്ക് മ്യൂസിയം. 1995 ഈ ഒരു മ്യൂസിയം നിർമ്മിച്ചിട്ടുള്ളത്. പലതരം തേക്ക് മരങ്ങളും അതിൻ്റെ ചരിത്രങ്ങളും പിന്നെ സയൻറ്റിഫിക് അറിവുകളും പിന്നെ ഒരു പഴയ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് പഴയ വസ്തുക്കളും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മ്യൂസിയത്തിൽ നമ്മൾ പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി ആംബിയൻസിലുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള നല്ലൊരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് വരുന്നതെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് മൂഡ് ഔട്ടൊന്നും ആവില്ല. അവർക്കും കളിക്കാം, നമുക്കും എൻജോയ് ചെയ്യാം കേട്ടോ. പിന്നെ ഇവിടുത്തെ എൻട്രി ടൈം വരുന്നത് രാവിലെ 10 മണി മുതൽ 5 മണി വരെയാണ്. കുട്ടികൾക്ക് 15 രൂപയും മുതിർന്നവർക്ക് 50 രൂപയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു പാക്കേജിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെയൊന്നും ആവശ്യമില്ല, ഡയറക്റ്റ് കയറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നിലമ്പൂർ പൊതുവേ പറയുന്ന പേര് എന്ന് പറഞ്ഞാൽ തേക്കിൻ്റെ നാട് എന്നാണല്ലോ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലില്ലേ 450 വർഷം പഴക്കമുള്ള തേക്ക് മരങ്ങൾ വരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വേരുകൾ അതൊക്കെ ഒരിക്കലും നശിക്കൂല എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. അതിൻ്റെയൊക്കെ എന്ത് പവറാണെന്നാണ് അറിയുക അതൊക്കെ തൊടുമ്പോൾ. പിന്നെയെന്ന് വെച്ചാലല്ലേ ഇവിടെ വെറും മ്യൂസിയം മാത്രമല്ല കേട്ടോ, ഇതുപോലത്തെ നല്ല നല്ല ഫോട്ടോസ് എടുക്കേണ്ട സെക്ഷൻസും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇത്, നല്ല ഇങ്ങനെ മരത്തിൻ്റെ ഇടയിൽ നിന്നൊക്കെ ഫോട്ടോസ് എടുക്കുമ്പോൾ. പിന്നെയെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നത് എൻ്റെ ഉമ്മ, ഉപ്പ, എൻ്റെ 4 കുട്ടികളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഫോട്ടോസായാലും അതുപോലെ തന്നെ വീഡിയോസ് ആയാലും ഏറ്റവും സെറ്റ് ഞാൻ തന്നെയാണ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു തേക്കിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പുരാതന കാലത്ത് കേരളത്തിൽ വന്ന വ്യാപാരികൾ നമ്മളെ കറുത്ത പൊന്ന് എന്നറിയപ്പെടുന്ന
കുരുമുളകിനെക്കാട്ടിയും സ്നേഹിച്ചിരുന്നത് ഈ ഒരു തേക്കിനെയാണ് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മരങ്ങളുടെ ഇടയിൽ ഏറ്റവും കാഠിന്യമേറിയതും അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു തേക്ക് എന്നുള്ളത്. അതുപോലെ തന്നെ നല്ലോണം ലോങ് ലാസ്റ്റ് ആയിട്ട് നിൽക്കും, ഒരുപാട് വർഷങ്ങൾ. ഒരുപാട് നമ്മുടെയൊക്കെ എന്താ പറയുക, അപ്പൂപ്പന്മാരുടെ കാലത്തുണ്ടായതെന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈമിലൊക്കെയുള്ള തേക്കുകളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ ഒരു തേക്ക് നിസ്സാരക്കാരനൊന്നുമല്ല കേട്ടോ. 1940 ബ്രിട്ടീഷുകാർ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് ശാസ്ത്രീയമായി തന്നെ നമ്മളെ നിലമ്പൂരിലെ കനോലി പ്ലോട്ട് എന്ന പേരിൽ തേക്ക് പ്ലാന്റേഷന് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നിലമ്പൂർ തേക്കിന് മാത്രമായിട്ട് അഭിമാനിക്കാൻ പറ്റിയിട്ടുള്ളൊരു മ്യൂസിയമാണ് നമ്മുടെ തേക്ക് മ്യൂസിയം എന്ന് പേര് വരാൻ കാരണം അത് നമ്മുടെ മലയാളികൾക്കിടയിൽ നല്ലൊരു അഭിമാനം തന്നെ ഉണർത്തുന്നുണ്ട് കേട്ടോ. ഈ ഒരു സ്പോട്ട് വരുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള നിലമ്പൂർ ടൗണിൽ നിന്നും ഊട്ടി റോഡിലൂടെയുള്ള 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്ഥലത്ത് എത്താൻ കഴിയും കേട്ടോ. നമ്മൾ വൃക്ഷങ്ങളെക്കുറിച്ചിട്ടും അതുപോലെ തന്നെ തേക്കുകളെക്കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്ന ഒരാൾക്ക് മലപ്പുറം ജില്ലയിലുള്ള ഈ ഒരു തേക്ക് മ്യൂസിയം എപ്പോഴും ഒരു വിസ്മയം തന്നെയായിരിക്കും കേട്ടോ. ഇവിടെ വരുന്ന പല ആൾക്കാരും ലോകത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ നിന്നാണ് ഇത് കാണാൻ വരുന്നത് കേട്ടോ. അതായത് നമ്മുടെ ഏറ്റവും പഴക്കം ചെന്നിട്ടുള്ള ഈ ഒരു തേക്ക് കാണാൻ കേട്ടോ. അത് നല്ലൊരു അറ്റ്മോസ്ഫിയറിലായിട്ടുള്ള സ്ഥലമാണ്. ഫുള്ള് വള്ളികളാണ്, വള്ളികൾ. ഇത് എന്തിന്റെ പേരാ? ഇഞ്ച. അവിടെ ഓർക്കിഡിന്റെ പൂവിന്യാസം ഫുള്ള് എന്താ പറയുക, നമ്മളെ കട്ടിങ്സ് ആണ്, ഇലകളുടെ കട്ടിങ്സ്. അതൊന്ന് ഭംഗിയിലാ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഗാർഡനാക്കി മാറ്റാനുള്ള എഫേർട്ട് ഭയങ്കര ആയിരിക്കും. വെരി ബ്യൂട്ടിഫുൾ. അങ്ങനെ നടക്കുന്നതിന് എന്താ മടുപ്പ് തോന്നുന്നില്ല. എന്ത് രസമായിരുന്നു. ബട്ടർഫ്ലൈ ഗാർഡൻ. ബട്ടർഫ്ലൈസ് ഉണ്ടോ? ബട്ടർഫ്ലൈ ഗാർഡൻ എടുക്കാൻ എന്നാലും നോക്കട്ടെ ഗൈസ്. കേട്ടോ, ആമ്പൽക്കുളത്തിൽ ആമ്പലുണ്ട്. പിന്നെ അങ്ങ് കുറേ പൂക്കളുണ്ട് കേട്ടോ. എനിക്ക് ഫോട്ടോ ഒന്നും എടുത്തു തരാൻ ആരുമില്ല. ഐ ആം എ സെൽഫ് ഗേൾ. സോ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കുന്നു, ഒറ്റയ്ക്ക് തന്നെ ഫോട്ടോസ് എടുക്കുന്നു. ബട്ടർഫ്ലൈ ഗാർഡൻ. ഇഷ്ടംപോലെ ബട്ടർഫ്ലൈസ് ഇങ്ങനെ പറക്കുന്നുണ്ട് ഗൈസ്. നിറച്ചും പൂക്കളാണ്. ഭയങ്കര ചൂടും കൈസ്. വെയിൽ കൊണ്ട് ടാനടിച്ച് പണ്ടരടുന്നു. ഇവിടെ ഒരാൾ ഐസ്ക്രീം വയ്ക്കുന്നുണ്ട്. ഇത് മൊത്തം നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഇതൊരു പഴയ ബംഗ്ലാവാണ്. അടുത്തതായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്ന സ്പോട്ട് എന്ന് പറയുന്നത് ബംഗ്ലാവ് കുന്നാണ് കേട്ടോ. അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കഴിഞ്ഞാൽ എത്തും കേട്ടോ.
അപ്പോൾ ഈ ഒരു സ്ഥലത്തെ പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മുടെ പണ്ടത്തെ ഭാർഗവി നിലയം ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം ഞാനിങ്ങനെ വിചാരിക്കും പണ്ടെല്ലാം ആ ഒരു ഫിലിം കാണുമ്പോൾ ആ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഉണ്ടല്ലോ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ശരിക്കും പേടിയാകുന്നുണ്ട് കേട്ടോ. ഒന്നാമതെന്ന് പറഞ്ഞാൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇത് പേടിക്കണമെന്ന് വിചാരിച്ചിട്ടായിരിക്കും ഇവർ ലൈറ്റൊന്നും വെക്കാണ്ട് നിന്നത്, എനിക്ക് തോന്നുന്നില്ല. ഒരു ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല, വയറിങ് ഒന്നും ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ ലൈറ്റ് കാണൂലേ, ഒന്നുമില്ല. ഓരോ മുറി കയറുമ്പോൾ ഒരു പേടിപ്പിക്കുന്നൊരു സ്ഥലം പോലെയാണ്. ഓരോ മുറി ഇങ്ങനെ പൂട്ടിയിട്ടിന് എന്താ ഇതിൻ്റെ ഇതെന്ന് അറിയില്ല. പണ്ടത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ടയാണല്ലോ ഈ ഒരു നമ്മുടെ ബംഗ്ലാവ് കുന്ന്. ഇതിൻ്റെ ചുറ്റുമുണ്ടല്ലോ ഒരുപാട് സ്ഥലങ്ങളുണ്ട്, ഏക്കർ കണക്കിന് സ്ഥലങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളൊരു ഒറ്റക്കെല്ലാം വരുന്നുണ്ടെങ്കിലില്ലേ കുറച്ച് പേടിയാവും കേട്ടോ. കാരണം ഇവിടെ അങ്ങനെ പേടിപ്പിക്കുന്ന സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ ഇത് കാണുമ്പോൾ നമുക്ക് കാഴ്ചക്കാരുടെ പ്രശ്നമായിരിക്കും. എന്തായാലും അനക്ക് നല്ലോണം പേടിയായി കേട്ടോ. ഓ ഗൈസ്, എവിടെ പോയി കഴിഞ്ഞാലും ഫോട്ടോ എടുക്കലോ മസ്റ്റാ. പിന്നെ ഇല്ലേ ഈ ഒരു പാലം കണ്ട, ഇത് ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ കയറിയിട്ട് ഏറ്റവും എൻഡിങ്ങിൽ അവർ ലോക്ക് ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ അവിടുത്തെ അതായത് ഗാർഡിനോട് നമ്മൾ താക്കോല് മേടിക്കണം. താക്കോല് മേടിച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് കീന്നുണ്ടല്ലോ, ഇത് കീൻ്റെ ഏറ്റവും എൻഡിങ്ങിൽ അത് പൂട്ടിയിട്ടുണ്ടാവാൻ. അപ്പോൾ ആ താക്കോലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പറ്റും. അപ്പോൾ അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് ആരും കടക്കാണ്ടിരിക്കാനായിരിക്കണം അങ്ങനെ ചെയ്തിട്ടുണ്ടാകും. ഒരുപാട് നടക്കാനുണ്ട്. പക്ഷെ അപ്പുറം ഇപ്പുറമുള്ള കാഴ്ചകളുണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ. എന്ത് വലിയ വലിയ മരങ്ങളാണ്, ഇതൊക്കെ കാത്ത് സൂക്ഷിക്കാൻ തന്നെ കുറച്ച് പണിയാണ് കേട്ടോ. അല്ല രണ്ട് സൈഡും ചുറ്റോട് ചുറ്റും കാടുകളാണ്. ആ കാടിൻ്റെ നടുവിലൂടെ ഇതുപോലത്തെ ഒരു സ്റ്റെപ്പിൻ്റെ ഒരു പാലം നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. ബ്രിട്ടീഷുകാരുടെ ഓരോരോ സംഭവങ്ങളാണല്ലോ. ഫുള്ളും കാടാ ഗൈസ്. ഒരുപാട് കിയാനുണ്ട് ഗൈസ്, ഒരുപാട് കിയാനുണ്ട്. മരം വീഴുന്നു. തട്ടേ ഒരു മിനിറ്റ്. ഇങ്ങനെ താക്കോൽ കുഞ്ഞിട്ടല്ലേ ഇത് ഇവിടെ. കുറേ നടക്കാനുണ്ട്, പക്ഷെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതാണ് വലിയ ടാസ്ക് ഗൈസ്. അങ്ങനെ നമ്മൾ നടന്ന് ബസ്സിൻ്റെ അടുത്ത് എത്തി. ഇനി ഇവിടുന്ന് നേരെ ഫുഡ് കഴിക്കാൻ പോകും. അപ്പോൾ ഇപ്പോൾ സമയം 1 മണിയെല്ലാം കഴിഞ്ഞു. പക്ഷേ ഇവിടുത്തെ സ്ഥലം ഉണ്ടല്ലോ ഒന്നും പറയാനല്ല, അടിപൊളി കേട്ടോ. ഒരു ഫോട്ടോസോ അല്ലെങ്കിൽ ഒരു വീഡിയോസോ എടുക്കുമ്പോൾ അത്രയും അടിപൊളിയായിട്ട് കിട്ടും. ഈ സ്ഥലവും സൂപ്പർ സ്ഥലം. ഗൈസ്, നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിട്ടാണുള്ളത്. ഉച്ചക്കത്തെ ലഞ്ച് ടൈം. ഒരുപാട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പായസം ഉണ്ട്.
ഗായ്സ് നമ്മൾ ചോറ് തിന്നായിട്ട് അവ ഇവിടെയാണ് കൊണ്ടേ നിർത്തിയത്. സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല, ജസ്റ്റ് ലഞ്ചൊക്കെ കഴിഞ്ഞതല്ലേ ഒന്ന് നടക്കാന്ന് വിചാരിച്ചു. പക്ഷെ നല്ല പക്ഷെ എല്ലാവർക്കും ഇങ്ങനെ നടക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പുറവും ഇപ്പുറവും ഫുള്ള് മരങ്ങൾ, നടുക്ക് ഇങ്ങനെ നടപ്പാത. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. ഗൈസ് ഒരു കാര്യം പറയട്ടെ, നമ്മളില്ലേ ടൂറെല്ലാം വരുന്നത് ശരി, ഒരുപാട് നടക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിലേ മാക്സിമം കുട്ടികളെ കൂട്ടാണ്ടിരിക്കുന്നതാണ് നല്ലത്. ഒരു നട്ടിട്ട് നടക്കേണ്ടി വരും. വെറുതെ തള്ളുന്ന കുട്ടികളെ കൂടി വരെ രസം ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ കണ്ടക്ടറോട് ചോദിച്ചാൽ നമ്മൾ 2 പുഴകളും സംഗമിക്കുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. അപ്പോൾ കുറേ നടക്കാനുണ്ട്, പിള്ളേരെയും കൊണ്ട് നടക്കാൻ ഭയങ്കര പണിയായതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അങ്ങനെ നമ്മൾ ഈ ഫ്രണ്ടിലുള്ള കുറച്ച് സ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കുറച്ച് പട്ടിഷോക്കെ നടത്തി കുറച്ച് വീഡിയോസൊക്കെ എടുത്ത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, കുട്ടികളെ കൂട്ടിയിട്ട് വരുമ്പോൾ, അതായത് ചെറിയ മക്കളെയല്ല, നടക്കാൻ ഒരു 4 വയസ്സ് 5 വയസ്സെല്ലാം കുഴപ്പമില്ല, അവർ നടക്കുമല്ലോ. പക്ഷെ അതിന് മുന്നേ ഉള്ള കുട്ടികളെ എടുത്തിട്ട് നടക്കാൻ കുറച്ച് ടാസ്ക് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മിനി ഊട്ടിയിലേക്കാണ്. നമ്മളിപ്പോൾ മിനി ഊട്ടിയിലാണ് എത്തിയിട്ടുള്ളത്. ഇവിടെയുള്ള കോട നോക്കിയേ, ഇപ്പൊ വൈകുന്നേരം 4:30 മണിയായി. പക്ഷെ നോക്കി എന്ത് ഭംഗിയാണ്. ഒരേ പോലത്തെ മരം നമ്മള് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഗോയ്സ് ഉപ്പിലിട്ടത് വേണം. ഗോയ്സ് ഉപ്പിലിട്ടൊന്നും വേണ്ട. ഉപ്പിലിട്ട് കഴിക്കാൻ പൂതിയാകുന്നു. പറയുമ്പോൾ നല്ല മഴ പെയ്തില്ല ഗായ്സ്. മിനി ഊട്ടി എത്തി ഗായ്സ്. സീനില്ല ഗോയ്സ്. ഫുള്ള് മഴയായിട്ടുള്ള മിനി ഊട്ടി ഇവിടെ എത്തിയിരിക്കുന്നു. പോട്ടി മണക്കുന്നു. പോട്ടി ഇപ്പൊ അണിയിരുന്നുണ്ട്. കുളിച്ചു നിൽക്കുന്നു മലകൾ. മന്നന്ന് ഇതെല്ലാം ഉണ്ട്. കേറ കഴിഞ്ഞിട്ടെല്ലാം കേറണേ. എനിക്ക് വേണ്ട, മറ്റേത് കേറാം. ഗായ്സ് നമ്മളിപ്പോ വന്നിരിക്കുന്നത് മിനി ഊട്ടിയിലാണ്. പക്ഷെ അവസ്ഥ ഇതാണ് കേട്ടോ, ഫുള്ള് മഴ. കാലാവസ്ഥ ചളിയാണ്. ഒരു ബാൻഡ് വന്നിക്കേ, അണ്ടർ വാട്ടർ എക്സ്പോ. നാച്ചുറൽ പാർക്ക്. ഭംഗി നോക്കിയ മിനി ഊട്ടി, ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. ആകാശം ഭൂമി. അവിടെ നോക്കാം, അവിടെ അങ്ങാണ് ഗ്ലാസ് ബ്രിഡ്ജുള്ളത്. പിന്നെ ഇത് നോക്കി എന്ത് ലുക്കാണ്, സൂപ്പർ.
ഇവിടെയല്ലേ ഹെലികോപ്റ്റർ ഗ്ലാസ് ബ്രിഡ്ജിലൂടെ ഒരു യാത്ര. ഒരു ടെൻഷൻ. നീ എന്നെ പത്രക്കെ മിനി ഊട്ടി. താഴത്ത് നോക്കിയാൽ കാണുമ്പോൾ ചിലപ്പോൾ പേടിയാകും. മനസ്സിലായില്ല. ബ്യൂട്ടിഫുൾ ആണ്. ബാബാ ആ തീരെ പേടിയില്ല. നമ്മൾ വൈകുന്നേരം ഒരു 3:30-4 മണിയാകുമ്പോൾ നമ്മൾ ചായ കുടിക്കാൻ കയറിയിരുന്നു. ആ ഒരു സമയത്ത് നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല മിനി ഊട്ടിയിൽ വരുമെന്ന്. കാരണം പോകാനേ പറ്റില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നല്ല മഴയും ഇടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ കണ്ടക്ടർ പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾ അടുത്തുമ്പോൾ ചിലപ്പോൾ മഴയൊന്നും പെയ്തിക്കില്ലെങ്കിലോ നിന്നാലോ അങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് നമുക്കൊരു പ്രതീക്ഷ നൽകിയോണ്ട് നമ്മളവിടെ പോയ ആ ഒരു സമയത്തില്ലേ മഴ എന്ന് പറയുന്ന സംഭവമില്ലല്ലോ. പക്ഷെ മഴ പെയ്തിട്ട് കുറേ ചളികളും കാര്യങ്ങളും പിന്നെ എന്ന് പറഞ്ഞാൽ റൈഡ്സൊക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മളവിടെ എത്തിയതിന് ശേഷം മഴ പെയ്തിട്ടില്ല. നല്ല കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ടുള്ള റൈഡ്സ് എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ നമ്മൾ ആ കേബിൾ കാറിൽ കയറി മിനി ബ്രിഡ്ജ് കയറി ഗ്ലാസ് ബ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ഈ KSRTC വഴി വരുന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവേ നോർമലായിട്ട് വരുന്നുണ്ടെങ്കിൽ 200 രൂപയാണ് ഓരോ റൈഡിൻ്റെയും ചാർജ്. അപ്പോൾ നമ്മൾ KSRTC വഴിയാണ് വരുന്നുണ്ടെങ്കിൽ 100 രൂപയായിരിക്കും. അതിൻ്റെ 50% ഓഫിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഏത് ഇതിൽ കയറുമ്പോഴും ജസ്റ്റ് 100 രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കുറേ സംഭവത്തിലൊക്കെ കയറി. ഇതേപോലത്തെ മിറർ മാജിക്കിൽ കയറി. ഇതിൽ ഒന്നും തിരിയുന്നില്ലല്ലോ കേട്ടോ. എവിടെയാണ് പോകേണ്ടത് എങ്ങനെയാണ് പോകേണ്ടത് ഒന്നും തിരിയുന്നില്ല. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ആക്കിക്കൊണ്ട് സംഭവം കാരണം റിഫ്ലക്റ്റ് ആവുന്നില്ല. ആ റിഫ്ലക്റ്റ് ആകാത്ത ഭാഗത്തോടു കൂടി പോയി. പിന്നെ 3D കയറി. പിന്നെ അക്യൂറിയത്തിൽ കയറിയില്ല. കാരണം അത് നമ്മൾ കണ്ടതാണല്ലോ. അതുകൊണ്ട് കണ്ടാന്ന് വെച്ചിട്ട് അക്യൂറിയത്തിൽ കയറിയില്ല. പിന്നെന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ആ ഒരു കേബിൾ കാറിൽ. പിന്നെയെന്ന് പറഞ്ഞാൽ ഇവിടെ ഇതുണ്ട് കേട്ടോ, സിപ്പ് ലൈൻ ഉണ്ടായിരുന്നു. പക്ഷേ സിപ്പ് ലൈനിൽ ആരും കയറുന്ന കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞാൻ അത്ര എന്താ പറയുക വലിയ സാഹസികക്കൊന്നും മുന്നോട്ട് പോയിട്ടില്ല. കാരണം ആരെങ്കിലും പോകുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഉണ്ടാവും. ആരും പോകാത്തൊരു പേടിയല്ലേ. പ്രത്യേകിച്ച് മഴയൊക്കെ പെയ്തല്ലേ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലോ അവിടെ ഞാൻ പോയിട്ടില്ല. പിന്നെയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വരുന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ഥലത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒരു രാവിലെ വരാൻ നോക്കുക. പിന്നെയെന്ന് വെച്ചാൽ കോടയൊക്കെ കാണണമെങ്കിൽ ഒന്നുകിൽ രാവിലെ 7 മണി മുതൽ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. രാവിലെ 7 മണി മുതൽ രാത്രി 8:30 മണി വരെയാണ് ഇവിടുത്തെ എൻഡിങ് ടൈം. അപ്പോൾ ആ ഒരു സമയത്ത് വന്നിട്ട് കോടയൊക്കെ ആസ്വദിക്കണമെങ്കിൽ രാവിലെ വരിക, ഏർലി മോർണിംഗ്. അതില്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ വരിക. അങ്ങനെയാകുമ്പോഴും കോട ആസ്വദിക്കാൻ പറ്റും. മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് അടിപൊളിയായിരിക്കും. നമ്മൾ വന്നത് ഒരു 4:30-5 മണി ടൈമിലായിരുന്നു. എന്തോ ഭാഗ്യത്തിന് അന്ന് കോട ഉണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര രസമായിരുന്നു. രാത്രി ഒരു 6 മണി 6:30 കഴിഞ്ഞൊരു ഇതാ അവസ്ഥ. മൊത്തം കോട നിറഞ്ഞിട്ട് ഒന്നും കാണുന്നില്ലേനും. ഫുള്ള് DJ ലൈറ്റും ആ ഒരു ഗ്ലാസ് ബ്രിഡ്ജിൽ ഫുള്ള് DJ ലൈറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് കളിക്കേണ്ട ചിൽഡ്രൻസ് പാർക്ക് വേറെ ഉണ്ട് കേട്ടോ ആ സൈഡിൽ. അതും ഉണ്ടേനും. അപ്പോൾ
കുട്ടികളൊക്കെ നല്ലോണം എൻജോയ് ചെയ്തിന്. 3 റൈഡ്സിന് കൂടിയിട്ട് 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നോർമലി വരുന്നുണ്ടെങ്കിൽ 200 രൂപ, അപ്പോൾ നമുക്കായതുകൊണ്ട് 100 രൂപക്ക് അങ്ങനെ 3 റൈഡ്സിലൊക്കെ കയറി. ലാസ്റ്റ് എൻഡിങ്ങിൽ എനിക്ക് ഒന്നും കൂടി ഗ്ലാസ് ബ്രിഡ്ജിൽ പോകാൻ തോന്നിയിട്ട് ഞാനായ ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്, 2 ഉണ്ട് കേട്ടോ, ഒന്ന് ചെറുതും ഒന്ന് വലുതും. അപ്പോൾ വലുതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, അപ്പോൾ ചെറുതിൽ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ മോളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാൻ. അങ്ങനെ അവൾ വീഡിയോ എടുത്താന്ന് കേട്ടോ. ഇതും ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. രാത്രി ഈ ഒരു കാറ്റ് ആസ്വദിച്ച് ചെറിയൊരു തണുപ്പും മഴയൊക്കെ ഉണ്ട്. ആ ഒരു സമയത്ത് ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് നടക്കുമ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്തെ വൈവാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ 2-2.5 മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ ഏകദേശം ഒരു 7:30 മണിയായിട്ടുണ്ടാവും. രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ട്. നല്ല നല്ല ഹോട്ടൽസിലാണ് ഇവർ കൊണ്ടുവന്നത്. ചീപ്പായിട്ടുള്ള ലോക്കലായിട്ടുള്ള ഹോട്ടൽസിലൊന്നുമല്ല, നല്ല വൃത്തിയുള്ള നല്ല എന്താ പറയുക, നമുക്ക് അവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നുന്ന ആ ഒരു രീതിയിലുള്ള ഹോട്ടൽസ് ആയിരിക്കും. അതുപോലെ തന്നെ നല്ല ഫുഡുമാണ്. രാവിലത്തെ കുറച്ച് സ്പൈസിയാണ്, പക്ഷേ എനിക്ക് സ്പൈസി ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ ഉച്ചക്കത്തെ ലഞ്ച് ആയിക്കോട്ടെ, വൈകുന്നേരത്തെ ചായ ആയിക്കോട്ടെ, രാത്രിത്തെ നല്ല പൊറോട്ട, ചിക്കൻ കറി, അല്ലെങ്കിൽ ചിക്കൻ വേണമെങ്കിൽ മീൻ കറിയോ അല്ലെങ്കിൽ ഫിഷ് മറ്റേ വെജിറ്റബിൾ കറിയുണ്ട്. ഇപ്പോൾ അതുപോലെ നെയ്ച്ചോറുണ്ട്, നമുക്ക് എന്താ വേണ്ട ഫുഡ് അതുണ്ട്. അതുപോലെ തന്നെ ഇതാ വരുമ്പോൾ എല്ലാവരും കൂടിയിട്ട് നല്ല പാട്ടൊക്കെ പാടി, എന്താ പറയുക, ഓരോരുത്തരായിട്ട് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്തിട്ടായിരുന്നു വന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ KSRTCയിൽ ബന്ധപ്പെടുക കേട്ടോ. 1 ഡേ ട്രിപ്പായാലും അതുപോലെ സ്റ്റേ ആയാലും അടിപൊളിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.